കഴിഞ്ഞ ഞായറാഴ്ച ഉദയംപേരൂർ സുന്നഹദോസ് പള്ളിയിൽ നടന്ന സംഭവം പഠിക്കുന്നതിനും പരിഹാരമുണ്ടാക്കുന്നതിനും മധ്യസ്ഥതയ്ക്കുമായി ഒരു മീഡിയ കമ്മീഷനെ സഭാ നേതൃത്വം ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ വിശ്വാസ അവഹേളനത്തിന് ഒരു കമ്മീഷന്റെയോ മധ്യസ്ഥന്റെയോ ആവശ്യമില്ല. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാന അതേ രീതിയിൽ നടത്താൻ വികാരിക്ക് വേണ്ട അധികാരപരമായ നിയമപരമായ നടപടികൾ എടുക്കാൻ നിർദ്ദേശം നൽകുകയും സഹായിക്കുകയും മാത്രമാണ് സഭയെ സ്നേഹിക്കുന്ന മെത്രാന്മാർ ചെയ്യേണ്ട ഒരേ ഒരു നടപടി. അല്ലാതെ ഇല്ലാത്ത കുർബാന വിശ്വാസികളിൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പിശാചിന്റെ വിളയാട്ടമാണ്. അത് വിമത രൂപത്തിലാണ് എന്നുള്ളത് മാത്രം. കത്തോലിക്ക സഭയുടെ ഹൈറാർക്കിയെ തകർക്കുക എന്നതാണ് പിശാചിന്റെ എക്കാലത്തെയും ആഗ്രഹം. എന്നാലേ കത്തോലിക്ക സഭയെ തകർക്കാൻ പറ്റുകയുള്ളൂ എന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. അതിനായി ചില സഭാവിശ്വാസികൾ എന്ന വ്യാജേന സഭയിൽ നിലകൊള്ളുന്ന പൈശാചികത നിറഞ്ഞ വിശ്വാസികളും അവരുടെ ചില കൂട്ടായ്മകളും പൊതുമാധ്യമങ്ങളിൽ സഭാ മെത്രാന്മാർക്കെതിരെ പ്രചാരം നൽകുന്നവരും കാലങ്ങളായി സഭയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ തെറ്റിദ്ധരിക്കപ്പെട്ട് ഇതിനെ പരസ്യമായും രഹസ്യമായും പിന്തുണയ്ക്കുന്ന വൈദികരും മെത്രാന്മാരും ഒന്നോർക്കുക, ഇത് നിങ്ങളുടെ ആത്മാവിനെ പിശാചിന് വിട്ടു നൽകുന്നതിന് തുല്യമായിരിക്കും. നാളെ നിങ്ങളും ഇതിന് കണക്ക് പറയേണ്ടത് തന്നെ വരും. കുർബാനയാണ് ഒരു വിഷയമായി വിമത പാതിരമാർ കാണുന്നതേയില്ല. കുർബാന വിഷയം ഉയർത്തിപ്പിടിച്ച് അവർ മറച്ചു പിടിക്കുന്നത് കാര്യങ്ങൾ പലതാണ്. കുർബാന ഒരു വിഷയമാക്കിയത് അൽമായറെ മുന്നിൽ നിർത്താൻ വേണ്ടി മാത്രമാണ്. വിമതരുടെ അഴിമതിക്കും അടിച്ചുമാറ്റലിനും ദൂർത്തിനും തടയിട്ടത് മാറ ആലഞ്ചേരി പിതാവിനെതിരെ ഇവർ തിരിയാൻ ഇടയായതും കാര്യങ്ങൾ ഇവിടം വരെ എത്തിയതും ആലഞ്ചേരി പിതാവ് ബലിയാടാവേണ്ടി വന്നതും അങ്ങനെയാണ്. സാമ്പത്തികവും അധികാരപരവും തുടങ്ങി അവർ മറച്ചു പിടിക്കുന്ന കാര്യങ്ങൾ അവർക്ക് അനുകൂലമായാൽ വട്ടോളി പറഞ്ഞതുപോലെ ശീർഷാസന കുർബാനയ്ക്കും അവർ റെഡി തന്നെയാണ്. അതുകൊണ്ട് സഭയിലെ അൽമായ പങ്കാളിത്തം വീണ്ടെടുക്കാനും പുരോഹിതരെ പൗരോഹിത്യ വൃത്തിയിലേക്ക് തിരിച്ചുവിടുവാനും സഭാമക്കൾ മുന്നോട്ട് വരിക തന്നെ വേണം.